ടീച്ചർ ഇതാണ് പെർഫെക്റ്റ് മുദ്ര. ഇത് വെച്ച് നമുക്ക് ഗ്രാമർ പഠിക്കാൻ പറ്റും. ടീച്ചറിന് പഠിക്കണോ? വാ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മുദ്ര വെച്ച് നമുക്ക് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാൻ പറ്റും. പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കാൻ ഈ ഒരു മുദ്ര മതി. കാരണം നമ്മളിത് ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഒരു കാര്യം പെർഫെക്റ്റ് ആണെന്ന് പറയാനാണ്. പെർഫെക്റ്റ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, 3 വിരലുകൾ കാണാം. സോ നമ്മൾ പെർഫെക്റ്റ് ടെൻസിന് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും വേർബിൻ്റെ തേർഡ് ഫോമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ തേർഡ് ഫോം യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യണം. ഏകവചനങ്ങളോടൊപ്പം, അതായത് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഹാസും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ഹാവ് യൂസ് ചെയ്യണം. നമുക്കപ്പോൾ ഈ ടെൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് നോക്കാം. ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദി വെരി റീസെൻറ്റ് പാസ്റ്റ്, അതായത് ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഹി ഹാസ് ജസ്റ്റ് ഗോൺ. ഹാസ് ഉപയോഗിച്ചു, ഗോ എന്ന വേർബിൻ്റെ V3 ആയ ഗോൺ ഉപയോഗിച്ചു. വെൻ ദ പ്രിസൈസ് ടൈം ഓഫ് ദി ആക്ഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഓർ നോട്ട് നോൺ, അതായത് ഈ ആക്ഷൻ നടന്നു കഴിഞ്ഞ സമയം അറിയില്ല, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. മൈ ഫ്രണ്ട് ഹാസ് ബോട്ട് എ ന്യൂ ബൈക്ക്. ഹാസ് ഉണ്ട്, ബൈ എന്ന വേർഡിൻ്റെ V3 ബോട്ട്. എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. ആക്ഷൻസ് കംപ്ലീറ്റഡ് വിത്ത് എ പ്രസൻറ്റ് റിസൾട്ട്, അതായത് ആക്ഷൻ നടന്നു കഴിഞ്ഞെങ്കിലും പ്രസൻറ്റിൽ അതിനൊരു റെലവൻസ് ഉണ്ട്. ഇവിടെ ലാലേട്ടൻ പറഞ്ഞ എന്താ? മെനി ഗ്രേറ്റ് മെൻസ് ബംസ് ഹാവ് ഗ്രേസ് ദിസ് കാർ, അതായത് മഹാന്മാരുടെ ചന്തി ഓൾറെഡി പതിഞ്ഞു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ അനുഗ്രഹം ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാസ് മാറ്റി ഹാവ് കൊടുത്തത്. എന്നിട്ട് ഗ്രേസ് എന്ന വേർഡിൻ്റെ തേർഡ് ഫോമും.